നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കായണ്ണ ഫെസ്റ്റിനോടനുബന്ധിച്ച് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി വാർത്തയുടെ വർത്തമാനം മാധ്യമ സംവാദം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ശശി ഉദ്ഘാടനം ചെയ്തു. കായണ്ണ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ജ്വാല ഗ്രന്ഥാലയം അമ്പാഴപ്പാറ സംഘടിപ്പിച്ച വാർത്തയുടെ വർത്തമാനം മാധ്യമ സംവാദം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ശശി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ 4ാം വാർഷികത്തോട് അനുബന്ധമായാണ് കായണ്ണ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കായണ്ണയ്ക്ക് സമ്മാനിച്ച ഭരണസമിതിയുടെ 4ാം വാർഷികം കായണ്ണയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നായി അണിനിരത്തിക്കൊണ്ട് നടത്തണം എന്ന ഭരണസമിതിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്ന പരിപാടിയും. കായണ്ണയ്ക്ക് അന്യമായിരുന്ന ഇതുപോലുള്ള ചർച്ചകൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വാർത്തയുടെ വർത്തമാനം എന്ന ഇന്ത്യയിലെ ഏറ്റവും വർത്തമാനകാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായൊരു വിഷയത്തെ അധികരിച്ചുള്ള ചർച്ചയാണ്. അതുപോലെ മറ്റ് വായനശാലകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടന്നിട്ടുണ്ട്. അതും കായണ്ണയ്ക്ക് അന്യമായിരുന്നു. ആ നിലയിൽ ഓരോ വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഓരോ വായനശാലയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. വായനശാലയെ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക, വായന കൂടുതൽ ശക്തിപ്പെടുത്തുക, വായനശാലയുടെ പങ്ക് സമൂഹത്തിൽ എത്രമാത്രമുണ്ട് എന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കുക തുടങ്ങിയ ഉദ്ദേശവും ഇത്തരത്തിലുള്ള പരിപാടികൾക്കുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്ത് അംഗം PC ഗീത അധ്യക്ഷത വഹിച്ചു. പത്രപ്രവർത്തകയും ഡോക്യുമെന്ററി സംവിധായികയുമായ മനില C മോഹൻ, എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ മധുശങ്കർ മീനാക്ഷി, യുവ എഴുത്തുകാരൻ ശ്രീജിഷ് ചെമ്മരൻ എന്നിവർ സംസാരിച്ചു. വലിയ ചെലവില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റുമെന്നുള്ളൊരു അവസ്ഥ വന്നു. എന്ന് വെച്ചാൽ ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിന്റെ എണ്ണം ഭയങ്കരമായിട്ട് ടെലിവിഷനുകളിൽ കുറഞ്ഞു. ലൈവിൽ നിൽക്കുന്ന ഒരു റിപ്പോർട്ടറും ടെലിവിഷൻ ന്യൂസ് സ്റ്റുഡിയോയിലെ ഒരു ആങ്കറും ഉണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഒരു വാർത്തയെ നീട്ടിക്കൊണ്ടുപോകാം, പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. ലൈവ് കാണുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരേ ആങ്കർ പറയുന്ന 4 വരിയായിരിക്കും റിപ്പോർട്ടർ പല പല വാചകങ്ങളിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഇതിനെല്ലാം ഇടയിൽ മികച്ച വാർത്തകൾ സംഭവിക്കുന്നുണ്ട്, ഇഷ്യൂസ് കൊണ്ടുവരുന്നുണ്ട്, ബ്രേക്ക് ചെയ്യേണ്ട സാധനങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും എല്ലാ വാർത്തകളും ബ്രേക്കിംഗ് ആയി മാറുകയും എല്ലാ വാർത്തകൾക്കും തുല്യ പ്രാധാന്യം കൈവരികയും തുല്യ പ്രാധാന്യം കൈവരേണ്ടാത്ത വാർത്തകൾക്ക് പോലും അത്തരം വാർത്തകൾ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ ന്യൂസ് റൂമുകൾക്കുള്ളിൽ വരികയും, ഞാൻ വിചാരിക്കുന്നു ന്യൂസ് റൂമുകൾക്കുള്ളിലുള്ളവർക്ക് ഈ വിവേചന അധികാരം അല്ലെങ്കിൽ ഈ വിവേചിച്ചറിയാനുള്ള ആ ഒരു സാമാന്യ ബോധം നഷ്ടപ്പെടുകയും എല്ലാം ബ്രേക്കിംഗ് ആണ് എന്നുള്ള തരത്തിലേക്ക് അത്തരം ന്യൂസ് ഡെസ്കുകൾ മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ടെലിവിഷനോട് മത്സരിച്ചുകൊണ്ടിരുന്ന പത്രങ്ങൾ, നമ്മൾ ടെലിവിഷനിൽ കാണുന്ന ബ്രേക്കിംഗ് ന്യൂസൊക്കെ പിറ്റേത്തെ പത്രത്തിൽ വരുമ്പോൾ ശരിയാണ്, കുറച്ചും കൂടി സമഗ്രമായ ഒരു വിലയിരുത്തൽ രൂപത്തിലേക്കൊക്കെ വാർത്തകൾ മാറി പത്രത്തിൽ വരും. നമുക്കത് കുറച്ചും കൂടി ആധികാരികമായി നമ്മൾ വിശ്വസിക്കും. ഇപ്പോൾ എന്തും ഏതും ബ്രേക്കിംഗ് ന്യൂസ് ആയപ്പോൾ, കുഞ്ഞു വാർത്തകൾ പോലും ബ്രേക്കിംഗ് ന്യൂസും പ്രധാന വാർത്തകളും എല്ലാം ആയപ്പോൾ ചില മാധ്യമങ്ങളെങ്കിലും അജണ്ട സെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ചില വാർത്തകളെ പെരുപ്പിച്ച് കടിക്കാൻ തുടങ്ങിയപ്പോൾ പത്രങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ വെച്ച് അത്തരം കോമ്പറ്റീഷൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പത്രങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡ് പോളിസി ലെവലിൽ തീരുമാനമെടുത്തിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പത്രത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പ്രയാസമാണ്, കൊടുത്ത ന്യൂസ് വന്നിട്ടില്ലെങ്കിൽ അതിനേക്കാളും പ്രയാസമാണ്. ഇനി കൊടുത്ത ന്യൂസ് നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിലല്ല വരുന്നതെങ്കിൽ അത് അതിലും പ്രയാസമുള്ള കാര്യമാണ്. പ്രാദേശിക ലേഖകന്മാർക്ക് സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഒരുപാട് വ്യക്തിപരമായ അനുഭവങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഞാനടക്കമുള്ള ആളുകൾ ചീത്ത വിളിച്ച സന്ദർഭങ്ങൾ പോലും ഈ ഇത്തരം കാര്യങ്ങളിലുണ്ട്. എന്താണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരു വിഷയം നമ്മൾ നിത്യേന വായിക്കുന്ന ഒരു പത്രത്തിനകത്ത് കാണുക, അതിലെ ചില പേരുകൾ നമ്മൾ വായിക്കുക എന്നൊക്കെ പറയുന്നതിൽ ഇപ്പോൾ നമുക്കൊരു അനുഭൂതി ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു ആത്മസാക്ഷാത്കാരം, അങ്ങനെ നമ്മളൊരു നിർവൃതി അടയുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആ തരത്തിലൊരു പ്രാദേശികമായ ഇടപെടലിൻ്റെ ഒരു സാധ്യത ഇപ്പോഴും പത്രങ്ങൾക്ക് എങ്ങനെയാണ് ശ്രീജേഷിനെ പോലെയൊക്കെയുള്ള പ്രാദേശികമായി ഇടപെടുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹലോ, കായണ്ണ ഫെസ്റ്റിൻ്റെ ഭാഗമായി ജ്വാല ഗ്രന്ഥാലയം അമ്പാഴപ്പാറ ഒരുക്കിയ എനിക്ക് തോന്നുന്നത് ഏറ്റവും വ്യത്യസ്തമായ
ഒരു പരിപാടി, ഒട്ടേറെ പരിപാടികൾ ഇതിനു മുമ്പേ പല ദിവസങ്ങളിലായിട്ട് നടന്നു കഴിഞ്ഞു. ജ്വാല ഗ്രന്ഥാലയം വാർത്തയുടെ വർത്തമാനം എന്ന ടൈറ്റിലിൽ നേരത്തെ മധുവേട്ടൻ സൂചിപ്പിച്ചതുപോലെ വാർത്തയെക്കുറിച്ചുള്ള വർത്തമാനം എന്നുള്ള രീതിയിൽ സ്വീകരിക്കാനാണ് എനിക്കും ഇഷ്ടം. എനിക്ക് തോന്നുന്നത് കായണ്ണ മൺമറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പത്രപ്രവർത്തനത്തിൻ്റെ എന്താ പറയുക, എക്കാലത്തും സ്മരിക്കുന്ന ഒരു വ്യക്തിയുടെ നാട് കൂടിയാണ് പ്രിയപ്പെട്ട ജയചന്ദ്രൻ സാറ്. അപ്പോൾ അത്തരത്തിൽ ജേർണലിസത്തിന് അത്രമാത്രം നമ്മുടെ പൊതുജീവിതത്തിൽ എങ്ങനെ വ്യതിരിക്തമായ തരത്തിൽ ഇടമുണ്ട് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. ആ സന്ദർഭം കൂടി നമ്മളിപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നേരത്തെ നമ്മുടെ മോഹൻ മാഷ് സൂചിപ്പിച്ചതുപോലെ, മൻലേജൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓൺലൈൻ മീഡിയയുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. പിന്നെ വാർത്തകൾ ആരുടെയും കുത്തകയല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെയും കുത്തകയൊന്നല്ല ഇപ്പോഴും വാർത്തകൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർത്തകൾ നിർമ്മിക്കുകയും സാഹിത്യ നിരൂപകനും പ്രഭാഷകനുമായ മോഹനൻ ചേനോളി മോഡറേറ്ററായി സംവാദത്തിന് നേതൃത്വം നൽകി. ലിതേഷ് കരുണാകരൻ സ്വാഗതവും KN സഹദേവൻ നന്ദിയും പറഞ്ഞു. സത്യം പുറത്തു കൊണ്ടുവരാൻ ഓരോ മാധ്യമപ്രവർത്തനവും കാണിക്കുന്ന വെമ്പലുകൾ, അതായത് ഓരോ ന്യൂസുകളും അതിന് ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ട രീതിയിലേക്ക് മാധ്യമപ്രവർത്തനം ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ന്യൂസുകളിൽ കാണുന്നതാണ് ഒളിക്യാമറ. അതായത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് ഒളിക്യാമറ വിവാദം കൊണ്ടുപോയി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചാനലുകൾ നൽകുന്ന കൃത്യമായ പരിശീലനത്തിൻ്റെ ഭാഗമാണോ അല്ലയോ എന്നതാണ്. 4 പേരും മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളാണ്. ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എവിടെയും തൊടാതെയും സംസാരിക്കാം. മാധ്യമപ്രവർത്തനമാണല്ലോ എന്നതുകൂടി വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് എൻ്റെ ഈ ചോദ്യം. അത് ശരിയോ തെറ്റോ എന്നത് മറ്റൊരു ചോദ്യം. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.